ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നന്നായി തേങ്ങാക്കൊത്ത് ചേർത്ത് ഒരു ബീഫ് ഉലർത്താണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, കറിവേപ്പില എന്നിവയാണ്. ഒരു ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായി ഇവ വഴറ്റുക. നന്നായി വഴറ്റുക എന്ന് പറയുമ്പോൾ വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ സിമ്മിലിട്ട് വഴറ്റുക. ഞാൻ അക്ഷമയായത് കാരണം വളരെ പെട്ടെന്ന് ഉപ്പ് ചേർത്ത് വളരെ പെട്ടെന്ന് തന്നെ സവാളയെ വഴറ്റിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതിലേക്ക് നമ്മൾ അല്പം പൊടികൾ ചേർത്ത് കൊടുക്കുക. ബീഫ് വേവിച്ചപ്പോൾ ആവശ്യത്തിന് മസാല ചേർത്തത് കൊണ്ട് ഇപ്പോൾ ചെറിയ തോതിൽ ചേർത്താൽ മതി. 1 അല്ലെങ്കിൽ അര ടീസ്പൂൺ മീറ്റ് മസാല, കുരുമുളക്, അല്പം മഞ്ഞൾപ്പൊടി, വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മസാല എന്നിവ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവയെ ഒരല്പം ചൂടായതിന് ശേഷം നന്നായി വീണ്ടും ഇളക്കി കൊടുക്കുക, വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് വെള്ളം ചേർക്കുക, മല്ലിയില വിതറുക. ഞാനൊരു മല്ലിയില ഫാനാണേ, അതുകൊണ്ട് മല്ലിയില ചേർക്കാറുണ്ട്. കറിവേപ്പിലയും വാരി വിതറുക. അതിനുശേഷം നിങ്ങൾ വേവിച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് നന്നായി ചേർത്ത് ആണ് ഇത് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇത് അതിലേക്ക് തട്ടിക്കൊടുക്കുക, ഇളക്കി. അതിനുശേഷം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ വേവ് അനുസരിച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അടച്ചു വെച്ച് വേവിച്ചു കൊള്ളുക. ഈ സമയം ഒരല്പം ഇംഗ്ലീഷ് പഠിച്ചാലോ. 15 മിനിറ്റോളം വേവാനായിട്ട് ആവശ്യമുണ്ട്. ഒരു ഫ്രേസാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ സാധാരണ എല്ലാവരോടും ബെസ്റ്റ് ഓഫ് ലക്ക് അല്ലെങ്കിൽ ഗുഡ് ലക്ക് എന്ന് പറയാറില്ലേ, അതിന് പകരം പ്രയോഗിക്കാവുന്ന ഒരു ഉഗ്രൻ ഫ്രേസാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എന്താണെന്ന് അറിയാമോ? ബ്രേക്ക് എ ലെഗ്. കാലൊടിക്കുക എന്നല്ല കേട്ടോ. ഗുഡ് ലക്ക് അല്ലെങ്കിൽ ബെസ്റ്റ് വിഷസ് എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബീഫ് റെഡിയായിട്ടുണ്ട്. ബെസ്റ്റ് ഓഫ് ലക്ക്. ബ്രേക്ക് എ ലെഗ്.